നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ യാഥാർത്ഥ്യത്തോടടുക്കുകയാണ്. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പുതിയ കരാറിന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അക്വിസിഷൻ കൗൺസിൽ ഇക്കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകുകയുണ്ടായി. 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിന് പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇപ്പോൾ അക്വിസിഷൻ കൗൺസിലിന്റെ അംഗീകാരം കൂടി വന്നതോടെ ഈ കരാർ അന്തിമഘട്ടത്തോട് അടുത്തിരിക്കുകയാണ്. കരാറിൽ ഒപ്പിടുന്നതിനുള്ള അന്തിമ അനുമതികൾ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി നൽകും. ഇന്ത്യ സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ എത്തുന്നതിന് മുൻപേ ഈ മെഗാ കരാർ സംബന്ധിച്ച നടപടികൾ പൂർത്തീകരിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ കരാറിന് അംഗീകാരം ലഭിച്ചാൽ ഇന്ത്യയുടെ ഇതുവരെയുള്ള പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറായി ഇത് മാറും. നിലവിൽ ഇന്ത്യയുടെ പക്കൽ 36 റഫാൽ വിമാനങ്ങളാണുള്ളത്. കഴിഞ്ഞ വർഷം നാവികസേന ഏകദേശം 64,000 കോടി രൂപ ചിലവിൽ 26 റഫാൽ ജെറ്റുകൾക്കുള്ള ഓർഡർ നൽകിയിട്ടുണ്ട്. പുതിയ കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ സൈന്യത്തിലെ റഫാൽ ജെറ്റുകളുടെ എണ്ണം 176 ഉയരും. കാലഹരണപ്പെട്ട പഴയ യുദ്ധവിമാനങ്ങൾ പിൻവലിക്കുന്ന നടപടികൾ സ്വീകരിച്ചതോടെയാണ് ഇന്ത്യ അത്യാധുനിക ശേഷികളോടുകൂടിയ പുതിയ യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാറിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. സോവിയറ്റ് കാലത്തെ MiG-21 വിമാനങ്ങൾ ഒഴിവാക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ദുർബലമാവാതിരിക്കാനാണ് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. ഫ്രാൻസിൽ നിന്നും വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്ന 114 റഫാൽ വിമാനങ്ങളിൽ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധ സംവിധാനങ്ങൾ ഘടിപ്പിക്കാനുള്ള അനുമതി വേണമെന്ന നിബന്ധനയും ഇന്ത്യ ഫ്രാൻസിന് മുന്നിൽ വയ്ക്കും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അസ്ത്ര മിസൈൽ, രുദ്ര മിസൈൽ മുതലായ ആയുധങ്ങളും ഇന്ത്യൻ നിർമ്മിത ബോംബുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഘടിപ്പിക്കാനുള്ള അനുമതിക്കുള്ള നിർദ്ദേശമാണ് ഇന്ത്യ ഫ്രാൻസിന് മുന്നിൽ വയ്ക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം മുന്നിൽ കാണുന്ന പദ്ധതി പ്രകാരം ഫ്രാൻസിൽ പൂർണ്ണമായും നിർമ്മിച്ച 18 റഫാൽ യുദ്ധവിമാനങ്ങളും ബാക്കി 96 എണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിനായുള്ള സാങ്കേതിക കൈമാറ്റത്തിന് ഫ്രാൻസ് തയ്യാറാവേണ്ടതായുണ്ട്. ഫ്രാൻസ് സമ്മതമറിയിക്കുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടിന് വഴി തുറക്കും. റഫാൽ യുദ്ധവിമാനം എന്നത് പ്രധാനമായും 3 ഫ്രഞ്ച് കമ്പനികളുടെ നിർമ്മാണ ഫലമാണ്. വിമാനത്തിന്റെ മുഴുവൻ ഡിസൈൻ ആൻഡ് അസംബ്ലി സാധ്യമാക്കുന്ന കമ്പനി ഡസോ ഏവിയേഷൻ ആണ്. റഫാൽ യുദ്ധവിമാനത്തിന്റെ കോക്പിറ്റ്, എയർഫ്രെയിം എന്നിവയുടെയെല്ലാം മൊത്തത്തിലുള്ള നിയന്ത്രണം ഈ കമ്പനിയാണ് നടപ്പാക്കി വരുന്നത്. റഫാലിൽ ഉപയോഗിക്കുന്ന M88 ജെറ്റ് എഞ്ചിന്റെ നിർമ്മാതാവ് സഫ്രാൻ ഗ്രൂപ്പാണ്. അതേസമയം ഈ വിമാനത്തിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക ശേഷിയുള്ള റഡാർ സിസ്റ്റങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ, സെൻസറുകൾ, ഏവിയോണിക്സ് എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് തേൽസ് ഗ്രൂപ്പാണ്. നിലവിൽ ഇന്ത്യയിൽ ഡസോ ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും സംയോജിച്ച് റഫാലിന്റെ ഫ്യൂസലേജ് അഥവാ യുദ്ധവിമാന ബോഡി നിർമ്മിക്കുന്നതിനായുള്ള പ്ലാന്റ് ഒരുക്കി വരികയാണ്. റഫാലിന്റെ ഫ്യൂസലേജിനായുള്ള പ്ലാന്റ് ഫ്രാൻസിന് പുറത്ത് ആരംഭിച്ചത് ഇന്ത്യയിലാണെന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന പുതിയ കരാർ ഏറെ പ്രതീക്ഷ നൽകുന്നു. അത് യാഥാർത്ഥ്യമായാൽ ലോകത്തിലെ തന്നെ ഏറെ ശ്രദ്ധേയമായ അത്യാധുനിക യുദ്ധവിമാനമായ റഫാലിന്റെ ഏറ്റവും വലിയ ഓപ്പറേറ്ററായി ഇന്ത്യ മാറും. വാർത്തയുടെ നിറം തേടി തനിനിറം.